പരിശുദ്ധാമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുസന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് പരിശുദ്ധാമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ശീതൽ, ഇതെൻ്റെ ഹസ്ബൻഡ് സിഗിൽ, ഞങ്ങളുടെ മകൾ ഈവ് മിറിയം, എൻ്റെ അമ്മ സോണിയ. ഞങ്ങൾ കാനഡയിൽ നിന്നാണ് സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. ഞാൻ കാനഡയിൽ പോകുമ്പോൾ 5 മാസം പ്രഗ്നൻ്റ് ആയിട്ടാണ് പോയത്. അപ്പോൾ പോകുമ്പോൾ എനിക്ക് സ്റ്റുഡൻറ്റ് വിസയിലാണ് ഞാൻ പോയത്. പ്രഗ്നൻ്റ് ആയിരിക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തത് കാരണം ഹസ്ബൻഡിന് ഒരു നല്ല ജോലി കിട്ടണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത് ഉടമ്പടിയിൽ. അങ്ങനെ കാനഡയിൽ ചെന്ന് ഒരു മാളിൽ ഞങ്ങൾ ഫോൺ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു മലയാളി ചേട്ടൻ ഞങ്ങളെ വന്ന് പരിചയപ്പെടുകയും ആ ചേട്ടൻ ജോൺസൺ എന്ന് പറയുന്ന ഒരു ചേട്ടൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ റെസ്യൂമ വാങ്ങിക്കുകയും അവിടെ നിന്ന് പുള്ളി വേറെ ഒരു മലയാളി ചേട്ടൻ ടാലിസൺ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ ഹെൽപ്പോടുകൂടെ എൻ്റെ ഹസ്ബൻഡിന് വളരെ നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു. കാരണം ഈ ഒരു ജോലി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഞാനിവിടെ നിന്ന് പോയപ്പോൾ ആദ്യത്തെ ഇയറിലെ ഫീസ് മാത്രമായിരുന്നു അടച്ചിരുന്നത്. രണ്ടാമത്തെ ഫീസ് അവിടെ പൊതുവെ എല്ലാ സ്റ്റുഡൻസും വർക്ക് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ഇയറിലെ ഫീസ് അടക്കുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കും, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ രണ്ടുപേരും വർക്ക് ചെയ്താൽ മാത്രമേ ഫീസ് അടക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഹസ്ബൻഡ് വർക്ക് ചെയ്ത് എനിക്ക് എൻ്റെ സെക്കൻഡ് ഇയർ ഫീസ് അടക്കാനായിട്ട് സാധിച്ചു. രണ്ടാമത്തെ എൻ്റെ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത്, ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞിനെ നോക്കാനും എനിക്കൊരു ഹെൽപ്പായിട്ടും ഞങ്ങളുടെ പാരൻസ് അങ്ങോട്ട് വരണമായിരുന്നു. അപ്പോൾ എൻ്റെ പാരൻസിനും ഹസ്ബൻഡിൻ്റെ പാരൻസിനും വേണ്ടിയിട്ട് വിസയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കൃപയോടുകൂടെ എൻ്റെ അമ്മയുടെ വിസ അപ്രൂവൽ ആവുകയും അമ്മയ്ക്ക് ജനുവരി 12-ാം തീയതി കാനഡയിൽ എത്താനായിട്ട് സാധിക്കുകയും ചെയ്തു. ജനുവരി 13-ാം തീയതി എനിക്ക് എൻ്റെ മോളെ ഡെലിവറി ചെയ്യാനും അമ്മയ്ക്ക് എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ശുശ്രൂഷകളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു. മൂന്നാമത്തെ എൻ്റെ ഏറ്റവും വലിയ നിയോഗം എന്ന് പറയുന്നത്, എനിക്ക് ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടുക എന്നുള്ളതായിരുന്നു. കാരണം എനിക്ക് ആദ്യം ഒരു മിസ്കാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസി എന്ന് പറയുന്നത് എനിക്ക് ചെറിയൊരു ട്രൗമയായിരുന്നു. ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും എനിക്ക് വളരെ പേടിയായിരുന്നു. കാരണം എൻ്റെ ആദ്യത്തെ സ്കാനിങ്ങിൽ എൻ്റെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ പ്രഗ്നൻസി ആയപ്പോൾ തൊട്ട് എനിക്ക് വളരെ ടെൻഷനായിരുന്നു. അതുകൂടാതെ ഞാൻ കാനഡയിൽ കൂടെ പോകുമ്പോൾ ആരുടെയും ഹെൽപ്പ് ഇല്ലാത്തതും എല്ലാം ഒരു സ്ട്രെസ്ഫുള്ളായിരുന്നു. ആ സാഹചര്യങ്ങളിലെല്ലാം ഞാൻ ഉടമ്പടി കാശുരൂപം എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. കുഞ്ഞിൻ്റെ അനക്കം കുറയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി തൈലം എൻ്റെ വയറിൽ പൂശി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ 5-ാം മാസം തുടങ്ങുമ്പോഴാണ് പോയത്. അപ്പോൾ ഇവിടെ അനോമലി സ്കാനിങ് ഒക്കെ ചെയ്ത ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് കാനഡയിൽ ചെന്ന് ഞാൻ വീണ്ടും അനോമലി സ്കാനിങ് ചെയ്തു. അവിടെ വെച്ചിട്ട് ആ നേഴ്സ് പറഞ്ഞു ഇതൊരു പെൺകുഞ്ഞാണെന്ന് പറയുകയും അമ്മ മാതാവ് എനിക്കൊരു പെൺകുഞ്ഞിനെയാണ് തന്നേക്കുന്നതെന്നറിയുക. അത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ന്യൂസായിരുന്നു. ആ സമയത്ത് ആ നേഴ്സ് പറയുകയും ചെയ്തായിരുന്നു ഇവള് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കുഞ്ഞാണ് എന്ന് പറഞ്ഞ് വയറിൽ സ്കാനിങ് ചെയ്യുമ്പോൾ ഒക്കെ അവർ പറഞ്ഞിരുന്നു. അങ്ങനെ 9-ാം മാസത്തെ അവിടെ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്കാനിങ്സേ ഉള്ളൂ. അപ്പോൾ 5-ാം മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 9-ാം മാസത്തിലെ സ്കാനിങ് ഉള്ളൂ. 9-ാം മാസത്തിലെ സ്കാനിങ്ങിൽ അമ്മ വന്നതിന് ശേഷം ഞാൻ സ്കാനിങ്ങിന് പോകുമ്പോഴത്തേനുമാണ് അറിഞ്ഞത് എനിക്ക് ആംനിയോട്ടിക് ഫ്ലൂയിഡ് വളരെ കുറവാണെന്നും എൻ്റെ കുഞ്ഞ് ഡീഹൈഡ്രേറ്റഡ് ആണ്, വെയിറ്റ് വളരെ കുറവാണ്, ഒരു സ്മോൾ ബേബിയാണെന്ന് അവർ പറയുകയും ചെയ്തു. അവർ എമർജൻസി ആയിട്ട് ഇൻഡ്യൂസ് ചെയ്യുകയും ഒരു 10 അവർ എനിക്ക് ലേബർ പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഡയലേറ്റഡ് ആവുന്നില്ല, ജസ്റ്റ് 2 സെൻറ്റിമീറ്റർ മാത്രമേ ഡയലേറ്റഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ പെയിൻ വരുന്തോറും എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് വളരെയധികം കുറയുന്നു. പക്ഷെ ഇവരൊന്നും പറയുന്നില്ല. ആദ്യം ഇനീഷ്യലി ഒന്നും പറഞ്ഞില്ല സി സെക്ഷൻ ചെയ്യണം. പിന്നെ വളരെയധികം ഹാർട്ട് ബീറ്റ് ഡ്രോപ്പ് ആയപ്പോഴത്തേനും അവർ തന്നെ പറഞ്ഞു നമുക്ക് എമർജൻസി സി സെക്ഷൻ വേണം. അപ്പോഴും എനിക്ക് പക്ഷേ ആ സാഹചര്യത്തിൽ എനിക്ക് എന്തോ ടെൻഷൻ വന്നില്ല. അമ്മ എൻ്റെ കയ്യിൽ അപ്പോൾ കാശുരൂപം ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലുന്നുണ്ട്. പക്ഷെ എനിക്കറിയത്തില്ല, എനിക്ക് അമ്മ ഈ കുഞ്ഞിനെ തരുന്നുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും ഹാർട്ട് ബീറ്റ് ഡ്രോപ്പായി എമർജൻസി സി സെക്ഷന് പോയെങ്കിലും
ഭയങ്കര ടെൻഷനൊന്നും ഇല്ലാതെ പോയി. പക്ഷേ എന്നെ പുറത്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഞങ്ങൾ കാണുന്നത് വളരെ ഒരു പ്രായമായ വ്യക്തികളുടെ പോലത്തെ സ്കിന്നായിരുന്നു. വളരെ ഡീഹൈഡ്രേറ്റഡ് ആയി ചുക്കി ചുളുങ്ങിയ ഒരു ബേബി ആയിട്ടാണ് കിട്ടിയത്. അവിടെ എന്ന് പറയുന്നത് അധികം പ്രശ്നങ്ങളില്ലാത്ത ബേബീനെയാണ് ഇന്ന് രാവിലെ ഡെലിവറി നടന്നിട്ടുണ്ട്, വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്യും. അതേപോലെ തന്നെ കുഞ്ഞിനെ ഇത്രയും ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ബേബി ആയിരുന്നെങ്കിൽ പോലും വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കുഞ്ഞായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾ കറക്റ്റ്, വൈറ്റൽസ് എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം തന്നെ കുഞ്ഞിനെ ഡിസ്ചാർജ് വരെ ചെയ്യുകയും ചെയ്ത് വളരെ ആക്റ്റീവായിട്ടുള്ള അമ്മേനെ വളരെയധികം സ്നേഹിക്കുന്ന, ഞാനിടയ്ക്ക് എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ സങ്കടപ്പെടുമ്പോൾ എൻ്റെ കുഞ്ഞ് പോയി മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. അമ്മയുടെ പാട്ടുകൾ പാടുന്ന ഒരു നല്ലൊരു സ്മാർട്ടായിട്ടുള്ളൊരു കുഞ്ഞിനെ തന്നെ തന്ന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. നാലാമത്തെ എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് വളരെ നല്ല മാർക്കോടുകൂടെ പാസ്സാവണം എന്നായിരുന്നു, ഗ്രാജുവേറ്റ് ആവണം. അങ്ങനെ ഈ ഒരു കുറേ ക്രൈസിസ് ഉണ്ടായിരുന്നു, പ്രഗ്നൻസി, അതിൻ്റെ ഇടയിൽ ജോലി കണ്ടുപിടിക്കുക, ഫീസ് അടക്കുക എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ല മാർക്കോടുകൂടെ 2 സ്കോളർഷിപ്പോടുകൂടെ എനിക്ക് എൻ്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റി. നാലാമത്തെ ഇത്രയുമായിരുന്നു എൻ്റെ മെയിൻ. ഞാൻ 2022 എടുത്ത ഉടമ്പടിയിലെ നിയോഗങ്ങളായിട്ട് ഞാൻ മെയിൻലി വെച്ചത്. അതിനുശേഷം ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഓരോ ഘട്ടങ്ങളിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യം എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിന് വെക്കുകയും എൻ്റെ ഹസ്ബൻഡ് സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റിന് വീണ്ടും വെക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് എനിക്ക് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എൻ്റെ എംപ്ലോയ്മെൻറ്റ് ലെറ്ററിൽ തന്നില്ല. അതിൻ്റെ കാരണം കൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ റിജക്റ്റ് ആവുകയും, മെയിൻലി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇൻകം ആയിരുന്നു ഞങ്ങളുടെ ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഞാൻ പാർട്ട് ടൈം ആയിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. എനിക്ക് വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് അവേഴ്സും ബേസിക് പേയുമായിരുന്നു കിട്ടുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു. അപ്പോൾ പുള്ളിയുടെ വിസ റിജക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം തകർന്നു. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ 2 പേരുടെ ഫാമിലി മൊത്തത്തിൽ തകർന്നു. ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെ ജീവിക്കും നാളെ? കാരണം ഓരോ പേ ചെക്കിലായിരുന്നു ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയൊരു പേ ചെക്ക് വരാനില്ല. ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഇരിക്കുന്ന സാഹചര്യം, ഇനി തിരിച്ചു വരേണ്ടി വരുമോ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ അമ്മ മാതാവിൻ്റെ കൃപയാൽ ഞങ്ങൾ ടാലിസൺ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ വീട്ടിൽ പോവുകയും ആ ചേട്ടൻ എന്നെ റെഫർ ചെയ്ത് എൻ്റെ ഹസ്ബൻഡിന് നഷ്ടമായ ആ പൊസിഷനിൽ തന്നെ, ആ കമ്പനിയിൽ തന്നെ എനിക്ക് 3 വീക്കിനുള്ളിൽ എനിക്ക് ജോലിക്ക് കയറാനായിട്ട് സാധിച്ചു. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലോണും അതേപോലെ റെൻറ്റും ഈവൻ കുറച്ച് പൈസ ഞങ്ങൾക്ക് നാട്ടിലേക്ക് വരെ അയക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ ഹസ്ബൻഡ് ഈ റെഫ്യൂസലായിരിക്കുന്ന സാഹചര്യത്തിൽ 3 മാസം വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നു. ആ സമയത്ത് എൻ്റെ അപ്പ കാനഡയിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും എൻ്റെ അപ്പയും അതേപോലെ ഞങ്ങളുടെ 2 പേരുടെ പാരൻസും എല്ലാവരും ഹസ്ബൻഡിനെ എൻകറേജ് ചെയ്തിട്ട് പറഞ്ഞു, അവിടുത്തെ എൻജിനീയറിങ്ങിൻ്റെ എക്സാം ചലഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞു, വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട. അപ്പോൾ അവസാനത്തെ ആ 1 മാസ കാലയളവിൽ എൻ്റെ ഹസ്ബൻഡ് FE എന്ന് പറയുന്ന എക്സാം ചലഞ്ച് ചെയ്തു. അത് വളരെ ഹാർഡായിട്ടുള്ള എക്സാമാണ്. ഒരു 60% ആളുകൾ എഴുതുന്നവർ മാത്രമേ പാസ്സാവത്തുള്ളൂ. അപ്പോൾ ആ എക്സാം ഹസ്ബൻഡ് ചലഞ്ച് ചെയ്ത് ആ എക്സാം പാസ്സാവുകയും, എക്സാമിന് പോകുന്ന സാഹചര്യത്തിൽ ഹസ്ബൻഡ് ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചിരുന്നു. അതേപോലെ തന്നെ കാശുരൂപം കൊണ്ടുപോയി. ഹസ്ബൻഡ് എക്സാം എഴുതുന്ന സമയത്ത് അതൊരു ചൊവ്വാഴ്ചയായിരുന്നു. അപ്പം ഞാൻ പുറത്ത് നിന്ന് ഉടമ്പടി ധ്യാനം കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ആ എക്സാം പാസ്സാവുകയും ചെയ്തു. പിന്നെ
എനിക്ക് ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ രാവിലെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയിട്ടാണ് ഞാൻ ജോലിക്ക് പോവാറ്. അന്നത്തെ ദിവസം എപ്പോഴും എൻ്റെ കയ്യിൽ കാശ് രൂപവും കാണാറുണ്ട്. അന്നത്തെ ദിവസം എന്തോ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഡോർ അടക്കാൻ നേരം എനിക്ക് മാതാവിനെ കാണാനായിട്ട് പറ്റും. ഞങ്ങളുടെ രൂപങ്ങൾ വെച്ചേക്കുന്ന ഞാൻ അങ്ങോട്ട് നോക്കി എന്തോ മാതാവായിട്ടായിരിക്കും എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് തോന്നിപ്പിച്ചു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ കാത്തോളണേ, എൻ്റെ കൂടെ വന്നേക്കണം കേട്ടോ, ഞാൻ ഡ്രൈവ് ചെയ്തിട്ടാണ് അപ്പോൾ പോകുന്നത്. ഇവർ രണ്ടുപേരും കിടന്നുറങ്ങുക വീട്ടിൽ. അപ്പോൾ ഞാൻ മാതാവിനോട് അങ്ങനെ പറഞ്ഞിട്ടാ, ഒരിക്കലും അങ്ങനെ ഞാനങ്ങനെ പറയാറില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്ന വഴിക്ക് വണ്ടിയിലാണേലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ടേ പോകത്തുള്ളൂ. അതേപോലെ കിട്ടുന്ന സാഹചര്യങ്ങളിലെല്ലാം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലും. അങ്ങനെ ഞാൻ പോയി. ഒരു വലിയൊരു ഇൻ്റർസെക്ഷൻ ആയിരുന്നു. ഞാൻ യെല്ലോ ലൈറ്റ് വന്നപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്ത് എൻ്റെ ബാക്കിൽ വന്ന ഒരു ട്രക്കാണ് വന്നിടിച്ചത്. കാറ് ടോട്ടൽ ലോസ് വരെ ആയിപ്പോകുന്ന സാഹചര്യത്തിൽ മാതാവ് എനിക്ക് ഒരാപത്തും കൂടാതെ ഒരു തരി ചോര പോലും വരാത്ത രീതിയിൽ അമ്മ മാതാവ് എന്നെ പരിപാലിച്ചു. പിന്നെ ഞാൻ സെൽപിപ്പ് IELTS പോലത്തെ ഒരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി എക്സാമാണ്. അതിന് പോയ സാഹചര്യത്തിൽ അതിന് തൊട്ട് മുന്നേ ഒരു 2 ആഴ്ച മുന്നേ ആണെന്ന് തോന്നുന്നു, ഞാനൊരു സാക്ഷ്യം കേട്ടു. ഒരു കുട്ടി ഇവിടെ വന്നു പറഞ്ഞു, ആ കുട്ടി എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോഴത്തേനും ഒരു 7 എന്ന് പറഞ്ഞ ഡിജിറ്റ് ആ റൂമിൽ എവിടെയെങ്കിലും കാണണം. അതേപോലെ തന്നെ ഗ്രേയോ ബ്ലൂവോ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കളറ് കാണണം എന്ന് പറഞ്ഞു. അപ്പം ഞാനും മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കും മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എന്നെ കാണിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കും 7 എന്ന് പറഞ്ഞൊരു നമ്പർ എവിടെയെങ്കിലും കാണണം. അതേപോലെ തന്നെ എനിക്കൊരു ബ്ലൂവോ ഗ്രീനോ അങ്ങനത്തെ ഒരു ഷെയ്ഡിൽ ആരെങ്കിലും അവിടെ ഇൻവിജിലേറ്റേഴ്സായിട്ട് വേണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ കയറി ചെല്ലുമ്പോഴത്തേനും ഒരു ബ്ലൂവും ഗ്രീനും ഇട്ടിട്ടുള്ള 2 ഇൻവിജിലേറ്റേഴ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിലൂടെ എനിക്ക് അമ്മയുടെ പ്രസൻസ് അവിടെ കാണാനായിട്ട് പറ്റി. അതേപോലെ തന്നെ എക്സാമിന് പോയപ്പോൾ അവിടെ ഒന്നും കയറ്റത്തില്ല, എല്ലാം ചെക്ക് ചെയ്യും. പക്ഷേ ഞാൻ ഉടമ്പടി കാശ് രൂപം എൻ്റെ മാലയിൽ കോർത്തിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് എൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തൈലം എൻ്റെ നെറ്റിയിൽ ഞാൻ പൂശിയിട്ടാണ് പോയത്, നല്ല രീതിയിൽ കയറുന്നതിന് മുന്നേ. അപ്പം ഞാൻ ആ തൈലം എടുത്തിട്ട് ഡെസ്ക്ടോപ്പിൻ്റെ മേളിൽ പൂശുകയും കുരിശ് പൂശുകയും ഉപ്പ് കീബോർഡിൻ്റെ ചുറ്റും വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ ഡെസ്ക്ടോപ്പിൽ 7 എന്ന് പറഞ്ഞ നമ്പറിലായിരുന്നു ഞാനിരുന്നത്. അങ്ങനെ മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് അതിലൂടെ അനുഭവപ്പെടുകയും എനിക്ക് ആ എക്സാമിന് വളരെ നല്ല, ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത മാർക്കോടുകൂടെ എനിക്ക് പാസ്സാവാനായിട്ട് സാധിക്കുകയും ചെയ്തു. പിന്നെ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നുള്ളത് എൻ്റെ വളരെ ഒരു ആഗ്രഹമായിരുന്നു. അതും എൻ്റെ മോളെയും കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നുള്ളത് എൻ്റെ വളരെ ഒരു ആഗ്രഹമായിരുന്നു, എൻ്റെ പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരാൻ, അത് എസ്പെഷ്യലി ഈ സമയത്ത് വരാൻ എന്ന് പറയുന്നത് ഡിസംബറിൽ വരിക ഭയങ്കര എക്സ്പെൻസീവാണ്. അത്രയും ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റിലല്ലായിരുന്നു ഞങ്ങൾ. പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അമ്മ മാതാവ് എന്നെ ഈ തിരുസന്നിധിയിൽ എത്തിപ്പിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ, ഇതിൽ കൂടുതൽ അനുഭവങ്ങൾ ചെറുതും വലുതുമായിട്ട് എനിക്ക് അമ്മ മാതാവ് ഒത്തിരി നൽകിയിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഡെയിലി ബ്രെഡും അതേപോലെ സാക്ഷ്യങ്ങളും ധ്യാനവും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ പാരൻസ് ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് കാനഡയിലേക്ക് വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ വരുമ്പോഴത്തേനും ഇവിടുന്ന് കൃപാസനം പത്രം കൊണ്ടുവരാറുണ്ട്. അത് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. മലയാളി കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഇംഗ്ലീഷ് പത്രമൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. പിന്നെ കൂടെയുള്ള മലയാളികളുടെ അടുത്ത് ഞാൻ എപ്പോഴും കൃപാസന മാതാവിനെ പറ്റിയിട്ട് പറയാറുണ്ട്. ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയാറുണ്ട്. കാരുണ്യ പ്രവൃത്തികളായിട്ട് അവിടെ ഞങ്ങൾ വളരെ ക്രൈസിസിലൂടെയൊക്കെയാണ് പോകുന്നത്. എന്നാൽ പോലും ഞങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ രീതിക്ക് ഞങ്ങൾക്കുള്ള പൈസയിൽ നിന്ന് ഞങ്ങൾ ചെറിയൊരു അംശമെങ്കിലും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന രോഗികളായിട്ടുള്ളവർക്കും ഒക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇത്രയേറെ അനുഗ്രഹം നൽകിയ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. 1 പത്രോസ് 1:7
അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. ശീതൾ സന്തോഷ് എന്ന ഈ മകളുടെ അതിശക്തമായ ദൈവാനുഭവ ഉടമ്പടി സാക്ഷ്യമാണ് നാം കേട്ടത്. മകളുടെ ഓരോ വാക്കും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹമായിരുന്നു. മകളുടെ ഓരോ പ്രതിസന്ധിയിലും മകൾ കണ്ടത് അമ്മ കരുതലോടും കരുത്തോടും കൂടി അവയെ അതിജീവിക്കുവാൻ വേണ്ടി മകളെയും കുടുംബത്തെയും കൈപിടിച്ച് നടത്തുന്നതായിരുന്നു. എല്ലാം മാറി മറിയുമ്പോഴും ആകെ കലുഷിതമാകുമ്പോഴും ഒരിക്കൽ പോലും മാതാവിനെ ഈശോയെ വിട്ടുപിരിയാതെ കൂടുതൽ ശരണപ്പെട്ടുകൊണ്ട് ഞാനിപ്പോൾ ഇറങ്ങി നിൽക്കുന്ന ഈ തീക്കൂനയിൽ നിന്നും എൻ്റെ അമ്മ മാതാവ് സുരക്ഷിതമായി ആരോഗ്യത്തോടെ എനിക്ക് ഐശ്വര്യം നൽകിക്കൊണ്ട് എൻ്റെ കുടുംബത്തെ ജീവിതത്തെ സംരക്ഷിക്കുമെന്ന് പറയുവാൻ പറ്റുന്ന വിശ്വാസത്തിൽ മകൾ ഈ നാളുകളിൽ ജീവിച്ചുവെന്ന വാക്കുകളിലൂടെ അടയാളപ്പെടുത്തുകയാണ്. അത് ജീവിത പങ്കാളിയുടെ ജോലി നഷ്ടപ്പെട്ട അവസരത്തിലാവട്ടെ, ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ ആരോഗ്യക്കുറവുള്ളൊരു കുഞ്ഞ് ആകെ പ്രയാസത്തോടു കൂടി പിറവി കൊണ്ട നിമിഷങ്ങളിലാവട്ടെ, മകൾ അവിചാരിതമായി ഒരു അപകടത്തിൽ കാറപകടത്തിൽ ടൊട്ടലോസിലേക്ക് കാറ് പോകുമ്പോഴും ഒരു പൊറൽ പോലും ഏൽക്കാതെ അമ്മ മാതാവ് കാത്ത നിമിഷത്തിലാവട്ടെ, പറയുവാൻ പ്രതിസന്ധികൾ ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ വരുമ്പോഴും അവിടെയൊന്നും ആ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഓർത്ത് അമ്മയിൽ നിന്ന് അകലുന്ന, ഈശോയിൽ നിന്ന് അകലുന്ന ജീവിതത്തെയല്ല, ഓരോന്നിലും ഈശോ എങ്ങനെ അതിൽ ഇടപെടുമെന്ന സന്തോഷത്തിൻ്റെ രീതികളെയാണ് മകൾ ജീവിച്ചു കൊണ്ടിരുന്നത്. മകൾ പറയുന്നുണ്ട്, 9-ാം മാസം കുഞ്ഞിനെ ഇങ്ങനെ പ്രശ്നങ്ങളാണ്, വളരെ ഡീഹൈഡ്രേഷൻ ഉണ്ട്, കാര്യമായ കുഞ്ഞിനെ കാണുമ്പോൾ പോലും പ്രയാസമുള്ള രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് കാണുമ്പോഴും എനിക്കൊരു പേടി തോന്നിയില്ല. കാരണം അമ്മ എനിക്ക് കുഞ്ഞിനെ തരുമെന്ന് ഉറപ്പായിരുന്നു. ആദ്യത്തെ ഒരു മിസ്കാരേജ് എനിക്ക് ട്രോമയായിരുന്നത് കൊണ്ട്, രണ്ടാമത്തത് ഞാനത് വളരെ ആദിയോടുകൂടി അമ്മയോട് ചോദിച്ച് അമ്മയുടെ ഉടമ്പടി എടുത്ത് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ അമ്മ അനുവദിച്ച് നൽകിയത് കൊണ്ട് ഏതൊരവസ്ഥയിലും ഈ കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമെന്ന് എനിക്ക് വിശ്വാസമായിരുന്നു. പ്രിയമുള്ളവരെ, പ്രതിസന്ധികളിൽ നാം തലയുയർത്തി നിന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ കാണിക്കുന്ന ധൈര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ മാർക്ക് ഷീറ്റിൽ സ്കോറായിത്തീരുന്നത്. കാരണം നമ്മൾ പതറില്ലെന്ന്, നാം നമ്മുടെ ചെറിയ കാര്യങ്ങൾക്ക് ദൈവത്തെ ഉപേക്ഷിക്കില്ലെന്ന്, നാം തകരുന്ന വിധത്തിൽ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറിയാലും കൂടുതൽ ശരണപ്പെട്ട ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടായാൽ ജീവിതം ഏതൊക്കെ ക്ലേശങ്ങളിലൂടെ കടന്നുപോയാലും തിരികെ വരുന്നത്, സമാധാനത്തിന് വരുന്നത്, ഐശ്വര്യത്തിന് മുന്നേറുന്നത് കാണുവാനാവും. ജീവിത പങ്കാളിയുടെ ജോലി പോയപ്പോൾ സഹോദരി പറഞ്ഞു, അത് വല്ലാത്തൊരു ലോസായിരുന്നു. ജീവിക്കുവാനാവാത്ത, തിരിച്ചു വരേണ്ടി വരുന്ന വലിയ പ്രതിസന്ധിയിലേക്ക് ജീവിതം മാറി. എന്നാൽ 2-3 ആഴ്ചക്കുള്ളിൽ അമ്മ മാതാവ് തന്നെ മറ്റൊരു വ്യക്തിയിലൂടെ അതേ ഓഫീസിൽ അതേ ജോലി ഏറ്റവും മികച്ച രീതിയിൽ നൽകിക്കൊണ്ട് ഒരു കുറവില്ലാതെ കുടുംബത്തെ നയിക്കും വിധം അമ്മ സഹായിച്ചതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തെ ഒന്ന് അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കണം. ഉടമ്പടി നമുക്കത് ബലമാകണം. ഉടമ്പടി നമുക്കത് ജീവിതത്തിൻ്റെ ശ്വാസമാവണം. ഉടമ്പടി എടുത്താൽ നമുക്ക് പറയുവാനാവണം, ഞാൻ എൻ്റെ കൂടെ എൻ്റെ അമ്മയും ചേർത്ത് പിടിച്ചാണ് നടക്കുന്നത്. മകൾ പറഞ്ഞില്ലേ, ആ കാറപകടമുണ്ടായ ദിവസം പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ ഒന്നുകൂടി വാതിലടയ്ക്കുമ്പോൾ ഞാൻ അമ്മയെ നോക്കി, അമ്മയോട് ഞാൻ അറിയാതെ പറഞ്ഞത് എന്നെ കാത്തോളണമേ എന്നാണ്. കാത്തോളണമെന്ന് അമ്മയോട് പറയുമ്പോൾ അമ്മ ഓൾറെഡി മകളെ സംരക്ഷിക്കുന്നുവെന്ന ഒരു സന്ദേശമാണ് അതിലുള്ളത്. മകളെ ഉച്ചരിക്കുന്ന വാക്കിനപ്പുറം ഞാൻ കൂടെയുണ്ട്, ഞാൻ സംരക്ഷിക്കുമെന്ന ഉറപ്പാണ് മകളുടെ ആ വാക്കിനപ്പുറം അമ്മ കൈമാറുന്നത്. അതുകൊണ്ടാണ് അപകടത്തിലും യാതൊരു കുറവുമില്ല, പരിക്കുമില്ലാതെ മകൾ സംരക്ഷിക്കപ്പെട്ടുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ചോദിച്ചതൊക്കെയും അനുഗ്രഹിച്ച് നൽകുന്ന, ജീവിതത്തിൽ ദൈവസാന്നിധ്യം അറിഞ്ഞനുഭവിക്കുന്ന ഒരു ജീവിത സാക്ഷ്യമാണ് മകൾ നമ്മളോട് പങ്കുവെച്ചത്. ഓർക്കണമേ, നമ്മൾ ചോദിക്കുന്നതൊന്നും നിരസിക്കുന്നതല്ല ദൈവത്തിൻ്റെ രീതി, ശുദ്ധീകരിച്ച് നൽകുന്നതാണ് ദൈവത്തിൻ്റെ രീതി. നാം ചോദിക്കുന്നതിന് സ്വാർത്ഥതയുണ്ടെങ്കിൽ അത് മാറ്റും. കൗശലമുണ്ടെങ്കിൽ, ഒരു കൊളുത്തുണ്ടെങ്കിൽ ആ കൊളുത്ത് മാറ്റും, കൗശലം മാറ്റും. എന്താണോ ജീവിതത്തിന് അനുഗ്രഹമായി തീരേണ്ടത് ആ അനുഗ്രഹം തരുവാൻ ദൈവം ഒട്ടും അമാന്തിക്കാറില്ല. അതുകൊണ്ട് ഉടമ്പടി അനുഗ്രഹത്തിൻ്റെ ദൈവിക പദ്ധതിയാണ്. ഉടമ്പടി ജീവിക്കുമ്പോൾ അതിൽ നാം പൂർണ്ണമായി ശരണപ്പെടുകയും എൻ്റെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും കൂടെ വരുമെന്ന്
ഉറപ്പാക്കുകയും ചെയ്താണ് നാം ജീവിക്കുന്നതെങ്കിൽ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനാവും. മകൾ പറയുന്നില്ലേ, ഒരു സാക്ഷ്യത്തിൽ കേട്ടു, 7 അക്കം കണ്ടു, അവിടെ ചെന്നപ്പോൾ ഗ്രേ കളറിലെ ഒരു ഇൻവിജിലേറ്ററെ കണ്ടു. ഞാനും അതുപോലെ ചോദിച്ചു, എൻ്റെ പരീക്ഷയ്ക്ക് അമ്മയുടെ സാന്നിധ്യം വേണം. ചോദിച്ചതൊക്കെയും മകൾക്ക് കൊടുക്കുകയാണ്. നീലയും പച്ചയും നിറത്തിൽ 2 പേർ ഇൻവിജിലേറ്റേഴ്സ് നിൽക്കുന്നു. ആ കമ്പ്യൂട്ടറിന് 7 എന്ന നമ്പർ കാണുന്നു. അമ്മ അങ്ങനെയാണ്, വാരിക്കോരി തരും, നിറച്ചു തരും. അമ്മയെ സ്നേഹിക്കും തോറും അമ്മ നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ സംരക്ഷിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ജീവിതം സൂക്ഷിക്കണമെന്നെപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക്, സംരക്ഷണത്തിന്, വിശ്വാസബോധ്യത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.